പാപങ്ങളുടെ രഥത്തിലേറിയിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനോടല്ല പറയുകയാണ്, ഖുൽ യാ ഇബാദി, നബിയെ അങ്ങ് പറയുക, ജനങ്ങളോടങ്ങ് പറയുക. എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് പറയണേ റസൂലേ. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെ. ഏത് വാക്കാണ് അല്ലാഹു വിളിച്ചതെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതെന്നറിയോ? പ്രവാചകന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാമമേതെന്നറിയോ? അല്ലാഹു തന്നെ വിളിക്കുന്ന പേരുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല. അല്ലാഹു വിളിക്കുമ്പോൾ ഹബീബായ പ്രവാചകന് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് അഹ്മദ് എന്ന് വിളിക്കുമ്പോഴല്ല, മുസമ്മിലെന്നും മുദ്ദസ്സിറെന്നും ത്വാസീനെന്നും വിളിക്കുമ്പോഴല്ല, യാസീൻ എന്ന് വിളിക്കുമ്പോഴല്ല, അല്ലയോ പ്രവാചകരെ, അല്ലയോ നബിയെ എന്ന് വിളിക്കുമ്പോഴല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്കേതെന്നറിയോ? ലോകത്ത് അല്ലാഹു പ്രവാചകന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനങ്ങൾ രണ്ടാ. ഇന്ന് വരെ ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത, ആർക്കും ഇന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു പ്രവാചകന് സമ്മാനിച്ചു. ഏതെന്നറിയോ? ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. ആ ഖുർആനെ അല്ലാഹു നബിതങ്ങൾക്ക് കൊടുത്തപ്പോ അല്ലാഹു എന്താണ് ഖുർആനിലൂടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന് പിന്നെ കൊടുത്ത വലിയ സമ്മാനമേതാ? ഇന്ന് ജൂത പരിശകൾ അമ്മാനമാടുന്ന, ഇന്ന് ജൂത പിശാചുകൾ കയ്യേറിയിട്ട് മുസ്ലിമിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ ആകാശവാതിലുകൾ കീറിയിട്ട് അല്ലാഹുവിന്റെ സുഗലോലുപ സ്വർഗത്തിലേക്ക് പോയ മിഅ്റാജ് ഉണ്ടല്ലോ, അവിടം വരെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് യാത്ര ചെയ്ത ഇസ്റാ ഉണ്ടല്ലോ, ആ നിശാ പ്രയാണവും വാനാരോഹണവും അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുമ്പോൾ അത് സൂറത്തുൽ ഇസ്റായിലൂടെ അല്ലാഹു പറയുന്നത് ഏത് വാക്ക് കൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഖുർആനും ഇസ്റാവുമാണെങ്കിൽ അതേ രണ്ട് സമ്മാനങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ടാ പറയുക. കാരണം ഏറ്റവും വലിയ സമ്മാനം കിട്ടുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടല്ലേ വിളിക്കുക. അല്ലാഹു ഖുർആന്റെ വിഷയത്തിൽ ഖുർആനിൽ പറഞ്ഞതെന്തെന്നറിയോ? സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച ഓതാറുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആരാണ് വിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾക്ക് കൊടുത്തതെന്നറിയോ? അത് അല്ലാഹുവാണ്. അവനാണ് സർവസ്തുതികളും എന്ന് അല്ലാഹു തന്നെ പറയുകയാ. ആർക്കാണ് ഖുർആൻ കൊടുത്തത്? എൻ്റെ മുഹമ്മദിനെന്നല്ല പറഞ്ഞത്, എൻ്റെ അഹ്മദിനെന്നല്ല പറഞ്ഞത്, എൻ്റെ യാസീനെന്നല്ല പറഞ്ഞത്, എൻ്റെ ത്വാസീനെന്നല്ല പറഞ്ഞത്, എൻ്റെ നബിക്കെന്നല്ല പറഞ്ഞത്, എൻ്റെ റസൂലിനെന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ? അത് തന്നെയാണ് മുസ്തഫായ നബിതങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അതേ വാക്ക് തന്നെയാണ് അല്ലാഹു ഏറ്റവും വലിയ സമ്മാനമാകുന്ന ഖുർആൻ കൊടുത്തപ്പോൾ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അലാ അബ്ദിഹി, തന്റെ ദാസന് ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവാണ് സർവസ്തുതിയത്രേ. ഇനി നിങ്ങൾ നോക്ക്, ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും കഥ പറയുന്ന ഖുർആൻ, ഇസ്രാ എന്ന അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു സുബ്ഹാനാണ്, പരിശുദ്ധനാണ്. അവന്റെ പരിശുദ്ധിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഖുർആൻ പറയുകയാ. എങ്ങനത്തെ പടച്ചവനെന്നറിയോ? അസ്റാ ബിഅബ്ദിഹി, അസ്റാ ബി മുഹമ്മദിഹി എന്നല്ല, അസ്റാ ബി ഹബീബിഹി എന്നല്ല, അസ്റാ ബി നബിയിഹി എന്നല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞ വാക്കെന്താ? അസ്റാ ബി അബ്ദിഹി, തന്റെ ദാസനായ മുഹമ്മദിനെയും കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് നിശാ പ്രയാണം നടത്തിയവന് എത്ര പരിശുദ്ധനാ. എന്റെ തേവലക്കരയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, വഅള് കേൾക്കാൻ വരുന്നത് വഅള് കേൾക്കാനാണ്, കറങ്ങി നടക്കാനല്ല. ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസിൽ വന്നിരിക്കാൻ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി വന്നതാണ്. ആ ഒരു ചിന്തയോടെ കടന്നു വന്ന
ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, വിളിച്ചു പറയൂ നബിയേ. ആരെയാ വിളിക്കേണ്ടത്? കള്ളുകുടിയനെ, പെണ്ണ് പിടിയനെ, പലിശക്കാരനെ, മദ്യപാനിയെ, ഏവനെയും നിങ്ങൾ വിളിക്കൂ നബിയേ. ഇവിടെ പാപത്തിന്റെ പാപമംഗിലമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിളിക്കൂ നബിയേ. എന്താ വിളിക്കേണ്ടത്? ഖുർആൻ കൊടുത്തപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ച വാക്കുകൊണ്ടാ, ഇസ്രാ കൊടുത്തപ്പോൾ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയ വാക്കുകൊണ്ടാ. ആ വാക്ക് ഏതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തു സുമർ, യാ ഇബാദി. അല്ലാഹു എത്ര സ്നേഹമുള്ളവനാ, അല്ലാഹു എത്ര കരുണയുള്ളവനാ, അല്ലാഹു എത്ര അലിവുള്ളവനാണ്, ദയയുള്ളവനാണ്. നമ്മളെ ചേർത്ത് വിളിച്ച പേര് കേൾക്കണേ, യാ ഇബാദി, യാ ഇബാദി. എൻ്റെ ദാസനെ, എൻ്റെ ദാസനെ, എൻ്റെ ദാസനെ. ഇതേ പേരല്ലേ തേവലക്കരക്കാരാ അള്ളാന്റെ ഹബീബിന് ഖുർആൻ കൊടുത്തപ്പോ പറഞ്ഞത്? ഇതേ വാക്കല്ലേ നിബിതങ്ങൾക്ക് ഇസ്രാ കൊടുത്തപ്പോ പറഞ്ഞത്? എന്നിട്ട് അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. എങ്ങനെയുള്ള ദാസന്മാരാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളോട് തിന്മ ചെയ്തു പോയ, തെമ്മാടിത്തരം കാണിച്ച, ആഭാസത്തരം കാണിച്ച, തോന്നിയാസം കാണിച്ച, ധിക്കാരങ്ങൾ കാണിച്ച മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബേ അവരെ വിളിച്ചിട്ട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി നമ്മൾ ക്ലേശത്തിൽ പടയ്ക്കപ്പെട്ടവരാണ്, നമ്മൾ പ്രയാസപ്പെടേണ്ടവരാണ് എന്ന് ഖുർആൻ സത്യം ചെയ്ത്, പിതാവിനെയും മകനെയും കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ല പറഞ്ഞത്, പിതൃ മക്കൾ തമ്മിലുള്ള അഗാധമായ ഗാഠമായ ബന്ധം പോലെ മനുഷ്യൻ ക്ലേശങ്ങളുടെ കൂടെ പറപ്പാണ്. എന്നിട്ട് അല്ല പറയുന്നു, എന്നാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യം സൂറത്തു സുമറിലൂടെ ഇത് പറയുന്നത് തിന്മ ചെയ്ത മനുഷ്യരോടാണ്. തെറ്റ് ചെയ്തിട്ട് കള്ളുകുടിയനായി, നമ്മളൊക്കെ നാടുകളിൽ കള്ളുകുടിയന്മാർ പെരുകുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ്. ചേർത്ത് നിർത്തിയിട്ട് ഏതുപോലെ നമുക്ക് കഴിയോ? അള്ള വിളിച്ച പേരെന്താ? കള്ളുകുടിയനെ, യാ ഇബാദി. നമ്മളാണെങ്കിലോ, പോടാ നിന്റെ ജോലി നോക്കി എന്നാണ് വിളിക്കുന്നത്. അവനെ കല്യാണത്തിന് പങ്കെടുപ്പിക്കൂല, അവനൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കൂല. കാരണം എന്താ? കള്ളുകുടിയനായി. അവൻ പിന്നെ സമൂഹത്തിൽ കുടിയോടുകൂടി തന്നെ ഉണ്ടാവുക. പക്ഷെ ഒന്ന് അടുപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഏതുപോലെ നമ്മൾ അടുപ്പിക്കുന്നത് അള്ള അടുപ്പിച്ചത് കൊണ്ടല്ലേ. അള്ള വിളിച്ചത് യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. അങ്ങനെ അടുപ്പിച്ച് നിർത്തിയാൽ ആ മനുഷ്യർ പിന്നെ തെറ്റ് ചെയ്യുമോ? നിരാശപ്പെടേണ്ട ഒരിക്കലും. നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. പക്ഷെ നമുക്കങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവണം. ഇമാം മുസ്നി റഹിമഹുല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. എപ്പോഴാ? ഷാഫി റഹിമഹുല്ല സക്കറാത്തിന്റെ ഹാലിലാണ്. ഷാഫി റളിയല്ലാഹു തആല ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ ഇമാം മുസ്നി കാണാൻ വേണ്ടി പോവാൻ. ആ സമയത്ത് മുസ്നി ഇമാം ചെന്നിട്ട് അടുത്തിരുന്നിട്ട് ചോദിച്ചു ഷാഫി ഇമാമിനോട്, എങ്ങനെയുണ്ട് ഹാലുകൾ, എങ്ങനെയുണ്ട് അഖ്ബാർ എന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോ, മരിക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഷാഫി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദ്ഹബിന്റെ ഇമാമല്ലേ. സഹോദരങ്ങളെ, ലക്ഷക്കണക്കായ ഹദീസുകളും മനപ്പാഠം ചെയ്ത മുഹദ്ദിസായ ഫഖീഹായ മഹാനായ ഇമാമുനാ ഷാഫി റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, ഇമാം മാലിക്കിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്. മഹാനായ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു
മരിക്കാൻ നേരത്ത് ഇമാം മുസ്നി റഹിമഹുല്ലയോട് പറഞ്ഞതെന്തെന്നറിയോ? എങ്ങനെയുണ്ട് ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്, സുഖമുണ്ടോ, അസുഖം എങ്ങനെയാണ്? ആ സമയത്ത് ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാ. വലി ഇഖ്വാനി മുഫാരിഖാ, എന്റെ കൂട്ടുകാരോട് വിട പറഞ്ഞിട്ട്, എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. വലി സയ്യി അമലി മുലാഖിയാ, എന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ കാണാൻ പോവുകയാ. ഇതാരാണ് പറയുന്നത്? കള്ളു കുടിച്ച് നടന്ന ഒരാളിന്റെ കഥയല്ല സഹോദരങ്ങളെ. സൂഫി ചക്രവാളത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി അറിയപ്പെടുന്ന, അല്ലാഹുവിന്റെ ദീനിന്റെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയ അഇമ്മത്തുൽ അർബയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇമാമായ ശാഫിഈ തങ്ങൾ പറയുകയാണ്, വലി സയ്യി അമലി മുലാഖിയാ, എന്റെ ദുഷ്പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ഞാൻ കാണാൻ പോവുകയാ. വലി കഅസിൽ മനിയത്തി ശാരിബാ, ഇതാ ഞാൻ മരണമെന്ന് പറയുന്ന പാനപാത്രം അത് കുടിക്കാൻ പോവുകയാ, അത് ഞാൻ ആസ്വദിക്കാൻ പോവുകയാ. മരണത്തിന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവുകയാ. വഅലാ റബ്ബി വാരിദാ, എന്റെ പടച്ചവന്റെ അടുക്കലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാ. ഇത് പറഞ്ഞിട്ട് ഇമാം മുസ്നി റഹിമഹുല്ലയുടെ മുന്നിൽ വെച്ച് ഇമാം ശാഫിഈ തങ്ങൾ ഒരു കവിത ചൊല്ലുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത കടന്നു വന്നാൽ എത്ര വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹുവിന് പുറത്തു കൊടുക്കും, സംശയമില്ല. ഇമാമുനാ ശാഫിഈ റഹിമഹുല്ല പറഞ്ഞതെന്തെന്നറിയോ? വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. ഇമാമുനാ ശാഫിഈ റഹിമഹുല്ല പറയുകയാണ്, വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. ഷാഫി ഇമാമിന്റെ വാക്കത്ര അർത്ഥവത്താണ്. ഷാഫി ഇമാം എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ ഹൃദയം കഠിനമായി പോയപ്പോ, എന്റെ ഹൃദയത്തിന് യാതൊരു മയവുമില്ലാതായി പോയപ്പോൾ, എന്റെ വഴികളെല്ലാം കുടുസായി പോയി, എന്റെ ജീവിതത്തിന്റെ പാതയം നഷ്ടപ്പെട്ടവനായി പാതയോരത്ത് ഞാൻ നിൽക്കുമ്പോ, പടച്ചവനെ നിന്റെ അഫുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷയുടെ ഏണി അങ്ങ് വെക്കുകയാ. നിന്റെ അഫുവിലേക്ക് ഞാൻ പ്രതീക്ഷയുടെ ഏണി വെക്കുകയാ. തആലാമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. പടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാ. പക്ഷേ ആ തിന്മകളെ മുഴുവനും നിന്റെ അഫുവിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവച്ചപ്പോ അല്ലാഹുവേ, എന്റെ കൂമ്പാരമായിട്ടുള്ള പാപത്തിന്റെ കണക്കുകളല്ല, അതിന്റെ ഭാണ്ഡക്കെട്ടുകളല്ല, ഞാൻ കൊണ്ടുവന്ന് നിന്റെ അഫുവിന്റെ മുന്നിലേക്ക് വെച്ചൊന്ന് കമ്പയർ ചെയ്തപ്പോൾ, ഒന്ന് തുലനം ചെയ്തപ്പോൾ, ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. എത്ര വലിയ പാപം ചെയ്തവനായിരുന്നാൽ പോലും എന്റെ പാപത്തെക്കാൾ നിന്റെ അഫ്വ് മുകളിലാ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അഫ്വിലേക്ക് ഞാനിതാ കോണിപ്പടി വെച്ചിരിക്കുകയാ. എന്റെ പാപത്തിൽ നിന്ന് എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ എല്ലാ പാതകളും കുടുസായി പോയപ്പോൾ, നിന്നിലേക്ക് ഞാനിതാ അഫ്വിലേക്ക് ഏണി വെച്ച് ചാരിയിട്ട് കയറുകയാ. എന്റെ പാപങ്ങളെല്ലാം നിന്റെ അഫ്വിന്റെ മുമ്പിൽ വളരെ ചെറുതാണെന്ന് മനസ്സിലായി. വമാസിൽ തുദാഅഫുവിനി അനി ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതൻ വതകറുമാ.
പടച്ചവനെ നീ ഇങ്ങനെ അഫ്വ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നീ ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഈ മാപ്പ് ചോദിക്കാൻ ഒരു മടിയുമില്ല തമ്പുരാനെ. നീ ഒരുപാട് മാപ്പ് ചെയ്യുന്നവനാണ്. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ മുമ്പിൽ നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ ചെല്ല്, ഇവിടെ ഒരുത്തനെ കുത്തി മലർത്തി, എന്നിട്ട് നേരെ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു, എന്നിട്ട് കത്തി പോലീസ് സ്റ്റേഷനിൽ സർക്കിളിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയാ ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നിരിക്കുക, പിടിച്ച് അപ്പോഴേ അകത്തിടും. അല്ലേ? അങ്ങനല്ലേ? ചവറയിൽ മാറ്റം ഉണ്ടോ? ദുനിയാവിൽ പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ്. എന്നാൽ ഒരാളെ കൊന്നിട്ടോ ഒരാളെ എന്ത് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് പാപം ചെയ്തിട്ടോ കള്ളു കുടിച്ചിട്ടോ എന്ത് തെറ്റ് ചെയ്തിട്ടോ അള്ളാന്റെ മുമ്പ് ചെന്നിട്ട് പറ ഞാൻ തെറ്റ് ചെയ്തു തമ്പുരാനെ, എനിക്ക് മാപ്പ് ചോദിക്കാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ ഉള്ളത്? ഞാൻ എന്തുമാത്രം പാപങ്ങൾ ചെയ്താലും നിന്റെ അഫുവിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ എന്റെ പാപങ്ങൾ ഒന്നും വലുതല്ല തമ്പുരാനെ, എനിക്ക് നീയേ ഉള്ളു പുറത്തു തരാൻ, എന്നെ ഒരിക്കലും മാട്ടി ഓടിക്കരുത് എന്ന് പടച്ചവനോടൊരു വാക്ക് പറ, അള്ളാഹു ആ സെക്കൻഡ് പുറത്തു തരും. ദുനിയാവിൽ ശ്രദ്ധിച്ചിരിക്കണേ, 9 മണിക്ക് തുടങ്ങിയത് ഞാനല്ല, നിങ്ങളാ. എന്റെ ആഗ്രഹം 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിപ്പിക്കുന്ന ഒന്നാണ്. ഈ 10 മണിക്കും 11 മണിക്കും ഒക്കെ തുടങ്ങുന്ന സദസ്സിൽ പ്രസംഗിക്കാൻ വലിയ പ്രയാസമാണ്. ഈ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ വരുന്നല്ലോ, അടുത്ത മാസമോ ഈ മാസമൊക്കെ വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് നേരത്തെ തുടങ്ങണം, ഈ ആദത്തുകളൊന്നും മാറ്റണം. എന്താ സംഭവിക്കുന്നതെന്നറിയോ? 10 മണിക്ക് വാള് ഇരിക്കുന്നവരൊക്കെ നിപ്പ വൈറസ് പിടിച്ചെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക, കിറുങ്ങിയിരിക്കുക, അരൗൺസ് അടിച്ചതുപോലെ. അങ്ങനെ ഇരുന്നാലുള്ള കുഴപ്പമെന്ന് അറിയാം, നമ്മൾ ഇങ്ങനെ മൂഡൌട്ടായിട്ടെ പ്രസംഗിക്കുക, നമ്മളും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെ ഉറങ്ങും. അപ്പൊ എനിക്ക് ഉറക്കം വരും, എങ്ങനെയും നിർത്തിയാൽ മതിയെന്ന് തോന്നും. 7 മണിക്ക് ഇന്നലെ വർക്കലയില് 7 മണിക്ക് തുടങ്ങണം ഉസ്താദെ എന്ന് പറഞ്ഞു. ഞാൻ എത്തിയപ്പോൾ 7:15 പോയി. പക്ഷെ 7 മണിക്ക് അവിടുത്തെ ഇമാമ് കയറി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 7:15 ഞാൻ സ്റ്റേജിലോട്ട് കയറി പ്രസംഗം ആരംഭിച്ചു. 9 മണി 9:15 9:30 വരെ റാഹത്തായിട്ട് പ്രസംഗിച്ചു. നല്ല ടൈം അതാണ്. ആ ടൈമിൽ പ്രസംഗിച്ചാലുള്ള ഗുണം എന്തെന്നറിയോ? നന്നായിട്ട് ഹൃദയത്തിൽ അകത്തോട്ട് കയറും. അത് കഴിഞ്ഞിട്ട് പോയി ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചവര് കഴിക്കാത്തവര് കഴിച്ചും കഴിച്ചവര് വീണ്ടും പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ കിടന്ന സുബഹി കളാവൂല. ഇതെന്താ സംഭവിക്കുന്നത്? 10 മണിക്ക് വഴന്നു തുടങ്ങി 12 മണി വരെ വെച്ചങ്ങ് കീറലോട് കീറല. 12:30 മണി വരെ പിന്നെ അങ്ങോട്ട് ലിസ്റ്റ് വായന, ലേലം വിളി, പിരിവ്. 1 മണി വരെ ദുആ. അത് കഴിഞ്ഞിട്ട് അരമയക്കത്തിൽ പ്രസംഗിച്ച ഉസ്താദ് വണ്ടി കയറി അങ്ങോട്ട് കാലും കാലം വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് പോയി കഴിഞ്ഞാൽ സുബഹി നോ. ഉസ്താദിനും ഇല്ല, സംഘാടകര് പൈസ കണ്ടിട്ട് വീടെത്തുമ്പോ 3 മണിയാവും. ഒരൊറ്റ എണ്ണ സുബഹി നിസ്കരിക്കൂല. വഴല് കേട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു ആ കൊള്ളാം, മറ്റേ തിരക്കേടൊന്നും ഇല്ല, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞിട്ട് വീട്ടിൽ പോയി അവരും ഒന്ന് കിടക്കുമ്പോ എഴുന്നേക്കുന്ന 9 മണിക്ക് സുന്നത്തായ വഴലിന് വേണ്ടി കിട്ടി എത്ര എണ്ണ സുബഹി കളാക്കി. ഇതാരാ സമാധാനം പറയേണ്ടത്? സംഘാടകരല്ല, അത് പിന്നെ നാട്ടുകാർ പറയും. അപ്പൊ അതുകൊണ്ട് 7 മണിക്ക് തുടങ്ങണം. നിങ്ങളൊന്ന് ഉഷാറായിട്ടിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 9:15 തുടങ്ങി നിങ്ങളാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, മനുഷ്യനെ ക്ലേശത്തിൽ അല്ലാഹു പടച്ചുവെങ്കിൽ പാപത്തിന്റെ കൂമ്പാരങ്ങളുമായി ജീവിതത്തിൽ നട്ടം തിരിയുന്ന ഒരിക്കലും താൻ രക്ഷപ്പെടില്ല. എനിക്ക് അല്ലാഹു നരകമല്ലാതെ മറ്റൊന്നും തരില്ല എന്ന ആ ഒരു ദുശ്ചിന്തയോടെ തെറ്റിദ്ധാരണയോടെ കഴിയുന്നവന്റെ മുമ്പിൽ അല്ലാഹു ഇപ്പറയും വ്യക്തമായി പറയുന്നു, ഞാൻ എന്റെ ഹബീബിനെ വിളിച്ചതുപോലെ, എന്റെ മുത്തിനെ ഞാൻ വിളിച്ചതുപോലെ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. യാ ഇബാദി, എന്റെ പൊന്നുദാസന്മാരെ, നിങ്ങൾ പാപത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. നിങ്ങൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ, കൂമ്പാരമായി നീ തെറ്റുകൾ ചെയ്തെങ്കിലും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ഇതാരുടെ പാട്ടാ? മാർക്കോസിന്റെ അല്ലേ? തഴവാവസ്ഥ. അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എത്ര വലിയ പാപോ ചെയ്, എന്ത് പാപോ ചെയ്. നമ്മൾ കരുതുന്നത് എന്താ? മഹാന്മാരൊക്കെ ഒരുപാട് മഹാന്മാരെ പരിചയമുള്ള ഒരു മനുഷ്യനാണ് മുഹമ്മദ് കുഞ്ഞ് ഗനീമി ഉസ്താദ്. ഒരുപാട് മഹാന്മാരെ എനിക്കറിയുന്ന, പിന്നെ എന്നോട് പറയാത്ത കുറെ പേര് വേറെ ഉണ്ടാവുന്ന വിശ്വാസം. കാരണം ഒരാളെല്ലാം തുറന്നു പറയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ
ഒരുപാട് മഹാന്മാർ, അവര് മഹാന്മാരായത് ഉമ്മ പ്രസവിച്ചപ്പോ അങ്ങനെ അങ്ങോട്ട് മഹാനായതല്ല. നാട്ടില് എവിടെ മോഷണം പോയാലും എല്ലാരും പറയുന്നതാ അവനാ മോട്ടിച്ചത്. ഒരു കള്ളൻ ഉണ്ടായിരുന്നു, പെരുങ്കള്ളൻ. നാട്ടിൽ ആര് മോഷണം നടത്തിയാലും പറയുന്നത് അവനാണ്. അയാള് മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് മതില് കയറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലിരുന്ന ഒരാള് ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ ഓതുമ്പോൾ അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അല്ലാഹനെ പേടിക്കാൻ സമയമായില്ലേ എന്ന ആയത്ത് കേട്ടപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വിറയൽ പിടിച്ചു. അയാൾ മോഷ്ടിച്ച സാധനങ്ങൾ, തൊണ്ടി മുതലുകളെല്ലാം വലിച്ചൊരറ്റേറ് അയാൾ അവിടെ നിന്ന് നാട് വിട്ടു. കാരണം നാട്ടിൽ നിന്നാൽ വീണ്ടും പെരുങ്കള്ളൻ തന്നെ. എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ, എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ വീണ്ടും തെറ്റുകാരനാക്കിക്കൊണ്ടേയിരിക്കും. ആ മനുഷ്യൻ അവിടെ നിന്ന് നാട് വിട്ടു 10 വർഷം കഴിഞ്ഞ അയാള് തിരിച്ചു വരികയാണ്. ആ 10 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ദാടിരോമങ്ങൾ നെഞ്ചറ്റം വരെ ദാടിരോമങ്ങളായി, നമസ്കാരത്തഴമ്പായി, കയ്യില് ജപമാലയായി. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഅരിഫത്ത് തൊട്ടറിയാൻ തുടങ്ങി, മുറാഖബയിലായി. ആ മനുഷ്യൻ അള്ളാഹുവിനെ ഖൽവത്തിലിരുന്നു കൊണ്ട്, ഒറ്റക്കിരുന്നു കൊണ്ട് കരഞ്ഞ് അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നു. ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് മാറി. ആ പെരുങ്കള്ളനായ ജീവിതം നയിച്ചിരുന്ന അവസാനം നാടുവിട്ട മനുഷ്യന്റെ പേരെങ്ങാന തേവലക്കരയുടെ മണ്ണില്, അലവി കുഞ്ഞു മൗലവിയുടെ മണ്ണില്, ഈ പരിശുദ്ധമായ തേവലക്കര എന്ന മുസ്ലിം നറുമണമുള്ള മണ്ണില് ഇവിടെ നിന്നെങ്ങാന ഞാനൊന്നു പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുടെയും ചുണ്ടിൽ അറിയാതെ പറഞ്ഞു പോകും റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ആ പെരുങ്കള്ളൻ എന്നറിയോ? മഹാനായ സയ്യിദുനാ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മുട്ടടി പാവാട ഉടുത്തുകൊണ്ട് ക്ലബ്ബിൽ, നിശാ ക്ലബ്ബുകളിൽ വരുന്നവർക്ക് കല്ലൊഴിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തിയിട്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയി പാട്ടുപാടിയ ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു നിമിഷം അവള് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്നത്? എനിക്കൊരു കാമുകൻ വേണമെന്ന് ചിന്തിച്ചു. അങ്ങനെ അവളൊരു കാമുകനെ തിരഞ്ഞെടുത്തു. ആ കാമുകനെ തിരഞ്ഞെടുത്തപ്പോൾ രാത്രികൾ ആ കാമുകന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി. ആ കാമുകനെ ഇഷ്ടപ്പെട്ടു. ആ കാമുകന് വേണ്ടി ഭക്ഷണം കുറച്ചു, ഉറക്കം കുറച്ചു, വെള്ളം കുറച്ചു. അവസാനം ഭ്രാന്തികളെ പോലെയായി മാറി. നിരാശാ കാമുകിയായ പെണ്ണ് പാതിരാത്രികളിൽ പാട്ടുപാടി, അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പ്രേമവാചനത്തിന് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? നമ്മൾ ഒരാളെ സ്നേഹിച്ചു പോയാൽ പിന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടൂലേ? അവര് ഉറങ്ങിയോ? അവര് ഭക്ഷണം കഴിച്ചോ? അവര് വെള്ളം കുടിച്ചോ? അവരെങ്ങനെയാണ് സുഖമായിരിക്കുന്നോ? ഈ ഒരു ചിന്തയിൽ പിന്നെ നമ്മളുടെ ഉറക്കം മുഴുവനും കെട്ടുപോകുമല്ലോ. പിന്നെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെ വരുമല്ലോ. പലപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. കാരണം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ മുഴുവനും സ്നേഹിക്കുന്നവരാണ്, പ്രേമിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാ. ഈ പെണ്ണിന്റെയും അവസ്ഥ അത് തന്നെ. പാതിരാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് പറയാൻ തുടങ്ങി, അത്ഭുതം, അത്ഭുതം, എങ്ങനെയാണ് പ്രേമവാചനത്തിന് ഉറങ്ങാൻ കഴിയുക? ഉറക്കം വരൂലല്ലോ ഒരു സ്നേഹിതന് തന്റെ സ്നേഹിതയെ ഓർക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉറക്കം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. ആ പെണ്ണ് കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെയാണ് പ്രേമിച്ചതെന്നറിയോ? സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ് പ്രണയിച്ചത്. ആ പെൺകുട്ടിയാണ് തുടക്കത്തിൽ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് കല്ലൊഴിച്ചു കൊടുത്തിട്ട് നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയിരുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പേരും ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചുണ്ടുകളിൽ തട്ടിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ആരാണ് ആ പെണ്ണെന്നറിയോ? ബീബി റാബിയത്തുൽ അദബിയ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്കു പുസ്തകത്തിൽ കറുത്ത അധ്യായങ്ങളെ കാണുമ്പോൾ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു പോയ ചെറുപ്പക്കാരാ, എല്ലാ
എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവര് ഇല്ല, പടച്ചവൻ പറയുന്നു ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ എന്ത് ചെയ്താലും അല്ലാഹുവിലേക്ക് മടങ്ങുക, പക്ഷെ അത് ആവർത്തിക്കരുത്.